കൊച്ചിയിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ച ദീപ്തി മേരി വർഗീസിനെ അവസാന നിമിഷം വെട്ടി കോൺഗ്രസ്. ആദ്യ ടേമിൽ VK മിനിമോളും രണ്ടാം ടേമിൽ ഷൈനി മാത്യുവും മേയറാകും. മേയർ സ്ഥാനത്തേക്ക് ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ദീപ്തി മേരി വർഗീസിന് കൗൺസിലർമാരുടെ പിന്തുണ കിട്ടാഞ്ഞതാണ് തിരിച്ചടിയായത്. KC വേണുഗോപാൽ ഉൾപ്പെടെ ദീപ്തിയെ പിന്തുണച്ചിരുന്നു. മേയർ സ്ഥാനത്ത് നിന്ന് തഴഞ്ഞതിൽ KPCCക്ക് ദീപ്തി പരാതി നൽകി. അതേസമയം പരാതി നൽകിയത് അറിഞ്ഞില്ല എന്നായിരുന്നു DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണം. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, ഈ കോൺഗ്രസിന്റെ ഈ തീരുമാനത്തിൽ ദീപ്തിക്ക് അതൃപ്തിയാണോ? KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ടോ? കാരണം ആദ്യം മുതൽ തന്നെ കൊച്ചിയിൽ നിന്നും ഉയർന്നു വന്നൊരു പേരാണ് ദീപ്തി മേരി വർഗീസിന്റേത്. അപ്പോൾ ആദ്യമേ പ്രതീക്ഷ നൽകി എന്തുകൊണ്ടാണ് ഈ മിനിമോളെയും ഷൈനി മാത്യുവിനെയും പരിഗണിക്കാനുള്ള കാരണം? രേഷ്മ. അശ്വതി, കൊച്ചിയുടെ മേയർ സ്ഥാനം പങ്കിട്ടുകൊണ്ടാണ്, അതായത് രണ്ടുപേരാണ് ആദ്യ ടീമിൽ VK മിനിമോളും രണ്ടാമത്തെ ടീമിൽ ഷൈനി മാത്യു ആണ് കൊച്ചിയുടെ മേയർ പദവി അലങ്കരിക്കുക. ഷൈനി മാത്യു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ മിന്നും വിജയം അതിനുശേഷം മേയർ സ്ഥാനം രണ്ടാം ടീമിലാണെങ്കിലും പൂർണ്ണമായിട്ടും 19ഓളം കൗൺസിലർമാരാണ് പിന്തുണ നൽകിയത്. ഈ ഒരു നിമിഷം എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും 21 കൗൺസിലറോളം ഇന്നലെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം അതിലൊരു തീരുമാനം കുറച്ചുകൂടെ ജനാധിപത്യമായിരിക്കണം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. മേയർ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കാനുള്ളത്? ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണല്ലോ മെയിനായിട്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള ഒരു പ്രവർത്തകയുടെ ഉദ്ദേശം തന്നെ. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും. 21 കൗൺസിലർമാരുടെ പിന്തുണയോടുകൂടിയാണ് ഷൈനി മാത്യു മേയർ രണ്ടാമത്തെ ടേം മേയർ സ്ഥാനത്തേക്ക്. ആദ്യ ടേമിൽ VK മിനിമോള്, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള VK മിനിമോളാണ് ആദ്യ ടേമിൽ മേയറാവുക. ദീപ്തി മേരി വർഗീസ് എന്നുള്ള പേര് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കേട്ടിരുന്നു. പക്ഷേ പിന്നീട് ആ ഒരു പേര് വന്നില്ല, അത് വെട്ടിമാറ്റി എന്നുള്ള രീതിയിൽ വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. പിന്തുണ, അതായത് കൗൺസിലർമാരുടെ അടക്കം പിന്തുണ വളരെ കുറവായിരുന്നു. VK മിനിമോളും ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുന്നു. ആദ്യ ടേമിൽ കൊച്ചിയുടെ മേയർ ആ ഒരു പദവിയിലേക്ക് എത്തുമ്പോൾ എന്താണ് പറയുന്നത്? മൂന്നാമത്തെ കൗൺസിലാണ് പൂർത്തീകരിച്ചത്. 4ാമത്തെ കൗൺസിലിൽ ഒരു മേയർ ആയിട്ടാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരു പാർട്ടി തന്ന വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ചും ലഭിച്ചിരിക്കുന്ന ഈ അവസരം വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഒപ്പം കൊണ്ടുപോയി നല്ല രീതിയിലൊരു ഭരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള ദീപക് ജോയി നമ്മോടൊപ്പം ചേരുന്നു. വലിയ ഉത്തരവാദിത്തമാണ് ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പാർട്ടിയും ജനങ്ങളും തന്ന ഈ ഉത്തരവാദിത്തം എത്രയും സത്യസന്ധതയോടുകൂടി നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. കൊച്ചിയുടെ വികസനത്തിനായി വളരുന്ന നഗരത്തിന് ഉതകുന്ന വികസനം സാധ്യമാക്കാൻ ഒരുമിച്ചൊറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഗ്രൂപ്പ് സമവാക്യങ്ങളും അതോടൊപ്പം തന്നെ ലത്തീൻ സമുദായത്തിന്റെ ഒരു പിന്തുണയൊക്കെ തന്നെയാണ് VK മിനിമോളെയും ഷൈനി മാത്യുവിനെയും കൂടുതലായിട്ട് സഹായിച്ചത്. അതോടൊപ്പം തന്നെ ഏറിയ പങ്ക് കൗൺസിലർമാരും ഇരുവരെയും സഹായിച്ചു. 4 പേരുടെ പിന്തുണ മാത്രമാണ് ദീപ്തി മേരി വർഗീസിന് ഉണ്ടായിരുന്നത്. എന്തായാലും കൊച്ചിയിൽ മേയർ എന്നുള്ള രീതിയിൽ 2 ടേമായിട്ട്, അതായത് ആദ്യ ടേം VK മിനിമോളും രണ്ടാമത്തെ ടേം ഷൈനി മാത്യു ആയിരിക്കും ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും പങ്കിട്ടുകൊണ്ടാണ്. ആദ്യത്തെ ടേം ദീപക് ജോയ് ആയിരിക്കും, രണ്ടാമത്തെ ടേം KVP കൃഷ്ണകുമാർ. അത്തരത്തിലാണ് ഔദ്യോഗികമായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അശ്വതി. ഓക്കെ രേഷ്മ, കാര്യങ്ങൾ വ്യക്തമാണ്. കൊച്ചിയിൽ ദീപ്തിയെ നൈസായി വെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ്. ഞങ്ങളുടെ പ്രതിനിധി രേഷ്മയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.